ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോഴാണ് ഒന്ന് ശരിക്കും ഇരുന്ന് സംസാരിക്കാനും വീഡിയോ ഇടാനൊക്കെ സമയം കിട്ടിയത്. നല്ല തിരക്കുള്ള 2 മാസമായിരുന്നു കഴിഞ്ഞത്. ഞാൻ ചെറുതായിട്ട് ഒരു നല്ല കല്യാണം കഴിച്ചു, അതിൻ്റെ തിരക്കായിരുന്നു. ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞത് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് വന്നു. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്നൊരു യാത്ര പോകുന്നുണ്ട്, ഒരു ട്രിപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം ഇനി നമുക്ക് തിരിച്ച് വർക്കിനൊക്കെ കയറാനായിട്ട്. അപ്പോൾ ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു ഷോപ്പിങ്ങും കാര്യങ്ങളും കുറച്ച് പേപ്പേഴ്സും ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിത് തിരിച്ച് വീട്ടിലെത്തി റെഡിയായി എയർപോർട്ടിലേക്ക് വന്നു. അപ്പോൾ ഇത് ഹൈദരാബാദ് എയർപോർട്ടാണ്. അപ്പം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളതാണല്ലേ. അപ്പോൾ നമ്മൾ ഇന്തോനേഷ്യയിലാണ് പോകുന്നത്, നമ്മുടെ ബാലി. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ആദ്യത്തെ യാത്രയാണിത്. അപ്പോൾ ഞങ്ങളിത് ബാലിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൽ കുറച്ച് നേരത്തെ തന്നെ എത്തിച്ചു. എന്നിട്ട് നമ്മൾ അവിടെ ഒരു ചായയും ബന്നും ഒക്കെ കഴിച്ച് വെയിറ്റ് ചെയ്യുകയാണ് ഫ്ലൈറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എയർ ഏഷ്യയിലാണ് പോകുന്നത്. എയർ ഏഷ്യയിൽ നമ്മൾ പോയി നമുക്ക് മലേഷ്യയിൽ ലേ ഓവർ ഉണ്ട് 2 hours. അവിടെ നിന്ന് നമ്മൾ സ്ട്രെയിറ്റ് ബാലിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ലേറ്റ് നൈറ്റ് ആയിരുന്നു ട്രാവൽ, ഫോണിലും ചാർജ് കുറവായിരുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്കുള്ള വീഡിയോസൊന്നും എടുത്തില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. ലേ ഓവർ ചെയ്തു, എത്തി, തിരിച്ച് വീണ്ടും ഫ്ലൈറ്റ് കയറി നമ്മളിതേ ബാലി എയർപോർട്ടിലെത്തി. അപ്പോൾ നമ്മുടെ ഡേ 1 എന്ന് നമുക്ക് പറയാം നമ്മുടെ യാത്രയുടെ. നമ്മളൊരു ഉച്ചയായപ്പോഴത്തേക്കാണ് നമ്മൾ എത്തിയത്, ഒരു 12 ഒക്കെ ആയി ഇവിടെ എത്തിയപ്പോൾ. അപ്പോൾ നമ്മൾ പിക്ക് ചെയ്യാൻ വയാൻ വന്നിട്ടുണ്ട്. അപ്പോൾ വയാൻ ബാലിയിലുള്ള ലോക്കലാണ്. അപ്പോൾ പുള്ളിക്കാരനാണ് നമ്മളെല്ലായിടത്തും കൊണ്ടുപോയതും എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടുള്ളത്. നമ്മളൊരു അടിപൊളി വാം വെൽക്കം ഒക്കെ ചെയ്തു. ഇവിടെ നിന്ന് ആദ്യം നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയി, കാരണം ലഞ്ചൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു, രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. കാരണം ഞാൻ ഫ്ലൈറ്റിലായിരുന്നു. വെളുപ്പിന് 5 മണിക്ക് എന്തോ ആയിരുന്നു നമ്മൾ ലേ ഓവർ ചെയ്ത് ഫ്ലൈറ്റ് കയറി. അപ്പോൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് ബാലിയാണ്. എനിക്ക് കണ്ടിട്ട് നമ്മുടെ കേരളത്തിൻ്റെ വേറൊരു എക്സ്ട്രീം ഗ്രീനറി ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് തോന്നിയത്. അപ്പോൾ അങ്ങനെ നമ്മളെ വയൻ ഫുഡ് കഴിക്കാനായിട്ടൊരു സ്ഥലത്ത് കൊണ്ടുപോയി. ഇവിടുത്തെ മെനു കാണുമ്പോഴാണ് നിങ്ങൾ എല്ലാ ഡിഷസിനും 75,000 രൂപ 80,000 രൂപയൊക്കെയാണ്. അത് റുപ്പയാണ്, ഇന്തോനേഷ്യൻ റുപ്പയാണ്. 80,000 70,000 എന്നൊക്കെ പറയുന്നത്. ഇന്ത്യൻ മണി കൺവേർട്ട് ചെയ്യുമ്പം അത്രയും ഇല്ല. ഇപ്പം 1 lakh അവിടുത്തെ മണി എന്ന് പറയുന്നത് ഇവിടുത്തെ അറൗണ്ട് ഒരു 500 സംതിങ് ആണ്. അപ്പം നമ്മൾ അവിടുന്ന് ഫുഡ് കഴിച്ചു, ഫ്രൈഡ് റൈസും ഗോബി മഞ്ചൂരിയനും ഒക്കെയാണ് കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് നമ്മളിതേ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മളിവിടെ നിന്നൊരു 2 hours ട്രാവൽ ചെയ്തിട്ട് ഒരു ടെമ്പിളിലാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ടേ ഞങ്ങൾ ഹോട്ടലിലേക്ക് പോകുന്നുള്ളൂ, കാര്യം ആ ഒരു സ്ഥലം നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ള ടെമ്പിൾ ബാലിയിൽ പോയിട്ടുള്ള ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റും ഇത് എവിടെയാണെന്നും. അടിപൊളി സ്ഥലമായിരുന്നു. പക്ഷേ ഇവിടെ ശരിക്കും എവിടെയാണ് അമ്പലം എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഏതോ ഒരു സ്ഥലത്തുണ്ട്, എല്ലാം കാണാൻ അമ്പലം പോലെ ഉണ്ട്, പക്ഷെ നമ്മുടെ നാട്ടിലെ അമ്പലങ്ങൾ പോലെ അല്ല. നമ്മൾ വന്നിട്ടുള്ളത് തനാലോട്ട് ടെമ്പിളിലാണ്. ഭയങ്കര ഫേമസ് ആണ്. ബാലിയിൽ വരുന്ന എല്ലാവരും തനാലോട്ടിൽ വരുന്നവരാണെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ വരാതെ ആരും പോകാറില്ല. അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. ആ വ്യൂ നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവുന്നില്ല. ഒരു ബീച്ച്, അതിൻ്റെ സൈഡിലായിട്ട് കുറേ നല്ല നല്ല ഇതുപോലത്തെ എന്താ പറയുക, പഴയ രീതിക്ക് അവർ ചെയ്തിട്ടുള്ള അമ്പലത്തിൻ്റെ ഒരു വൈബ് വരുന്ന രീതിക്ക് ചെയ്തിട്ടുണ്ട്. ഇതിലെവിടെയോ പൂജയും കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്കറിയില്ല, ഞാൻ തൊഴാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ചിലപ്പോൾ നമ്മുടെ കൾച്ചർ അല്ലാത്തതുകൊണ്ടായിരിക്കും. പക്ഷേ നമ്മൾ അവിടെയൊക്കെ കണ്ട് നടന്നു. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ആയിരുന്നു. എന്താണെന്നുള്ളതൊക്കെ എക്സ്പ്ലോർ ചെയ്തു. ഇവിടെയൊക്കെ വന്ന് കുറച്ച് നേരം ഇരുന്നു. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം. ഇത്രയും ആൾക്കാരുണ്ടെങ്കിലും ഒരുപാട് ബഹളവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തെങ്കിലും ഇവിടുന്ന് കഴിക്കാമെന്ന്. അപ്പോൾ ഫ്രൂട്ട്സ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഒരു കട്ട് ഫ്രൂട്ട്സ് ഇവർ സെല് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് കഴിച്ചു. അപ്പം നല്ല രസമായിരുന്നു. ഇവിടുത്തെ ഫ്രൂട്ട്സിനൊക്കെ പ്രത്യേകത ടേസ്റ്റ് ഫീൽ ചെയ്തു. നല്ല മധുരവും നല്ല ഭയങ്കര ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്തു കഴിച്ചപ്പോൾ. ചിലപ്പോൾ വിശന്നിരുന്ന് കഴിച്ചതുകൊണ്ടായിരിക്കാം, പക്ഷെ നല്ലതായിരുന്നു. മാങ്ങയും പിന്നെ നമ്മുടെ ജാമ്പയ്ക്കയില്ലേ, അത് പല സൈസ് ജാമ്പയ്ക്ക, വലിയ ജാമ്പയ്ക്കയും ചെറിയ ജാമ്പയ്ക്കയും ഒക്കെ ആയിട്ട് അങ്ങനെ അതൊക്കെ കഴിച്ചത് ഇവിടെ കുറേ നേരം നിന്നതായി ഒരു വ്യൂ. കാര്യം ഞങ്ങൾ 2 പേരും ഇങ്ങനത്തെ വ്യൂസൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നതാണ്. എന്നെക്കാട്ടി കൂടുതൽ ആൾ ഭയങ്കരമായിട്ട് ഇതൊക്കെ എൻജോയ് ചെയ്യും. അപ്പം അവിടെ നിന്ന് ഇത് ഫുൾ ഇങ്ങനെ കുറേ നേരം നമ്മൾ കണ്ടു. അതിനുശേഷം നമ്മളതേ തിരിച്ച് ഹോട്ടലിലേക്ക് വന്നു. അപ്പോൾ അവിടെ നിന്ന് വീണ്ടും 2.5 hours ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കും സമയം രാത്രി 8 മണിയോളം ആയി. അപ്പോൾ നമ്മൾ പോയി ഇനി ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് നമുക്ക് ഡിന്നർ കഴിക്കാം. ഇവിടെ നിന്ന് തന്നെയാണ് നമ്മൾ ഡിന്നർ കഴിക്കാമെന്ന് വിചാരിച്ച് ഹോട്ടലിൽ തന്നെയാണ് നമ്മൾ താമസിച്ചത്. കൂട്ട എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഉള്ളൊരു ഹോട്ടലാണ്. മോസ്റ്റ് ഓഫ് ദ ടൂറിസ്റ്റും എനിക്ക് തോന്നുന്നു ആണെന്ന് തോന്നുന്നു. അവിടെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണത്. അപ്പോൾ ഞങ്ങളും അവിടെ തന്നെയാണ് താമസിച്ചത്. അത് ഗോൾഡൻ തുലിപ്പ് എന്ന് പറയുന്നൊരു റിസോർട്ടായിരുന്നു.
അപ്പോൾ ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ്. കുഴപ്പമില്ല, ഇവിടുത്തെ ഫുഡ് അടിപൊളി എന്നൊന്നും പറയാനായിട്ടില്ല, വലിയ പ്രശ്നമില്ലാത്ത ഫുഡ് അത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പ്യുവർ വെജിറ്റേറിയനാണ്, അപ്പോൾ ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് പിന്നെ പ്രശ്നമില്ലായിരുന്നു, ഞാൻ എന്തും കഴിക്കാൻ റെഡി ആയിട്ടാണ് പോയത്, അപ്പോൾ എനിക്ക് പ്രശ്നമില്ലായിരുന്നു. അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ അടിപൊളിയായിരുന്നു, നല്ല ഗ്രാൻഡ് ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളിത് ഇറങ്ങുകയാണ്. ഞങ്ങളുടെ കയ്യിലൊരു കവറും കൂടെ എടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡ്രസ്സാണ്, ഒരു എക്സ്ട്രാ പെയർ ഓഫ് ഡ്രസ്സ്. നമ്മൾ ഇന്ന് പോകുന്നത് വാട്ടർ സ്പോർട്സിനാണ്, അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് ഡ്രസ്സ് മാറിയിട്ട് വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനായിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടി നമ്മൾ ഒരു ഡ്രസ്സ് എടുത്തു. ഇവിടുന്ന് ഒരു 45 മിനിറ്റ്സ് ഉണ്ടായിരുന്നു അങ്ങോട്ടേക്ക് പോകാനായിട്ട്. അപ്പോൾ നമ്മളെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ അവിടെ ചെന്നിട്ട് ഇങ്ങനെ അവർ ഒരുപാട് ആക്ടിവിറ്റീസ് നമുക്ക് സജസ്റ്റ് ചെയ്യും, ഒരു കോട്ട എടുക്കുന്ന പോലെ. അപ്പം അതുപോലെ സജസ്റ്റ് ചെയ്ത് നമ്മൾ എൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറയും, നമ്മളത് സംസാരിക്കും, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളതാണോ നോക്കും. അപ്പോൾ നമുക്ക് ഈ സീ വാക്കൊക്കെ കാണിച്ചു തരുമായിരുന്നു. നമുക്ക് സ്കൂബ ഡൈവിങ്ങിനെ കാട്ടി കപ്പിൾസ് കുറച്ചുകൂടെ പ്രിഫർ ചെയ്യുന്നത് സീ വാക്ക് ആണെന്നുള്ളത്. സ്കൂബ ഡൈവിങ് ആയിരുന്നു ഞങ്ങൾക്ക് താല്പര്യം, പക്ഷേ അതിന് ഞങ്ങൾ റെഡി ആയിരുന്നില്ല. അത് കുറച്ച് പ്രിപ്പറേഷൻ വേണം. ഞാൻ ഒരു തവണ അത് ചെയ്തിട്ടുണ്ട് ഗോവയിൽ, അപ്പോൾ എനിക്ക് മനസ്സിലായി ഒന്ന് പ്രിപ്പയർഡായിട്ട് പോയില്ലെങ്കിൽ ഹെൽത്തിന് ചെറിയ പ്രശ്നം വരാമെന്ന്. കാര്യം എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓർത്തൊന്ന് റിലാക്സ് ആയിട്ട് പോയി ഒന്ന് എൻജോയ് ചെയ്ത് വരാൻ സീ വാക്കാണ് ബെറ്റർ എന്ന് വിചാരിച്ചു. പക്ഷേ അത്യാവശ്യം എനിക്കതിനും പ്രശ്നം ഉണ്ടായിരുന്നു. കാര്യം ആദ്യത്തെ 10-15 സെക്കൻഡ്സ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഭയങ്കര സഫക്കേഷനായിരുന്നു. പെട്ടെന്ന് നമ്മൾ അവരെ അടിയിലോട്ട് കൊണ്ടുപോകുമ്പോൾ, സീയുടെ അടിയിലോട്ട് കൊണ്ടുപോയപ്പോൾ. പക്ഷേ നല്ല രസമായിരുന്നു, നല്ല ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് എൻജോയ് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ബീച്ചിലോട്ട് വന്നു. കാര്യം ബീച്ചിലൊന്നും നമ്മൾ ഇറങ്ങിയില്ലല്ലോ, ഇവിടെ വന്നിട്ട് ജസ്റ്റ് വ്യൂ കണ്ടുപോയതല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്കൊന്ന് ഇറങ്ങാനും ഒന്ന് സ്വിം ചെയ്യാനൊന്നും പറ്റത്തില്ല, ഒന്ന് വെള്ളത്തിലൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ബീച്ചാണ് അതായത് നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു ബീച്ച്. അതിനുള്ളൊരു സൗകര്യം അവരോട് ചെയ്തിട്ടുണ്ട്, ഭയങ്കര സേഫാണ്. അപ്പം നമ്മളവിടെ ഇറങ്ങി കുറേ നേരം നമ്മൾ വെള്ളത്തിലൊക്കെ കളിച്ചു. അത് കഴിഞ്ഞിട്ട് അവിടെ നമ്മൾ ഉലുവാട്ടു ടെമ്പിളിലാണ് പോകുന്നത്. അപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു കൾച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു കാണുന്ന ആ ഒരു വയലറ്റ് കളർ ഒരു സംഭവം കണ്ടില്ലേ, അത് നമ്മൾ ധരിച്ചിട്ട് വേണം നമ്മൾ പോകാനായിട്ട്. അല്ലെങ്കിൽ നമ്മുടെ ടോപ്സ് നല്ല ഇറക്കമുള്ളതായിരിക്കണം, എങ്കിൽ പ്രശ്നമില്ല. നമ്മൾ നീക്ക് എബോയോ ആയിട്ട് പാൻസോ ടോപ്പോ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളത് ധരിക്കണം, അതാണ് ഇവിടുത്തെ ഒരു ട്രഡീഷൻ. അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ സ്റ്റെപ്പ് ഇങ്ങനെ കയറി പോകുമ്പം ഒരു കിഡിലം വ്യൂ ഉണ്ട്, നമ്മൾ ഈ ഹോളിവുഡ് സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു വ്യൂ. ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ മങ്കീസ് ഉണ്ട്. ഇവിടെ ഏറ്റവും സൂക്ഷിക്കേണ്ടത് മങ്കീസിനാണ്. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ അവർ അടിച്ചു മാറ്റും. ഫോണ്, കഴിക്കാൻ എന്തെങ്കിലും ആണെങ്കിൽ ചെരുപ്പ് വരെ അടിച്ചു മാറ്റി. അപ്പോൾ നമ്മുടെ ഇതാണ് നമ്മുടെ വ്യൂ. അടിപൊളി വ്യൂ ആണ്. ഈ വീഡിയോയിൽ എത്രത്തോളം എനിക്കിത് എടുക്കാൻ പറ്റുന്നുണ്ടെന്നറിയില്ല. ഇവിടെ നിന്ന് സൺസെറ്റ് കാണാൻ കിഡിലുമായിരുന്നു. ഞാൻ എൻ്റെ ലൈഫിൽ വൺ ഓഫ് ദ അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു അത്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് അതിൻ്റെ അടുത്ത് തന്നെ അവിടെ കുറേ ഷോപ്സ് ഉണ്ട്, എന്തെങ്കിലും കഴിക്കാമെന്ന് ഓർത്തു. ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ല, ഫുൾ ഇങ്ങനെ വാട്ടർ സ്പോർട്സും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് വിശപ്പും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഈ നൂഡിൽസും എഗ്ഗും വെച്ചിട്ടൊരു സാധനമാണ് പറഞ്ഞത്, നല്ല ടേസ്റ്റായിരുന്നു, നന്നായിട്ട് കഴിച്ചു. പിന്നെ ആദ്യം പറഞ്ഞിട്ടുള്ളത് നമ്മുടെ കരിക്കായിരുന്നു. കരി എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിലും ഒരു നോൺ വെജ് ഒരു ഇത് വരുന്നുണ്ട് എന്നുള്ള ഒരു കൺസേൺ ഉള്ളത് കൊണ്ട് അധികമൊന്നും അങ്ങനെ കഴിച്ചില്ല. പിന്നെ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ കയറി കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. നാട്ടിൽ കാണാത്ത പല സ്നാക്സ് കണ്ടു, അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അതൊരു അട്രാക്ഷൻ തോന്നി. അങ്ങനെ ഞങ്ങൾ കുറച്ച് സ്നാക്സൊക്കെ എടുത്തു. പിന്നെ ഇത് വെച്ചിട്ട് വേണം ആദ്യം സർവൈവ് ചെയ്യാൻ. ഹോട്ടലിൽ നിന്നൊന്നും അധികം ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ഞാൻ മാത്രമായിരുന്നു എക്സ്പ്ലോർ ചെയ്തത് ഫുഡ്. അപ്പോൾ നമ്മൾ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ചു, അതൊക്കെ കഴിച്ചു. രാത്രി ഡിന്നറിന് വേണ്ടിയിട്ട് നമ്മൾ അവിടുത്തെ ഹോട്ടലിലെ റെസ്റ്റോറൻറ്റിൽ വന്നു. ഒരു സ്പെഗറ്റി പറഞ്ഞു, ഒരു ജ്യൂസ് പറഞ്ഞു ആദ്യം. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ചു. അന്നത്തെ ഡേ അങ്ങനെയാണ് സ്പെൻഡ് ചെയ്തത്. ഫുൾ ടയേർഡാണ്, കാര്യം ഫുൾ വാട്ടർ സ്പോർട്സും കിടന്ന് മറിഞ്ഞു വെള്ളത്തിൽ. അപ്പോൾ അടുത്ത ദിവസത്തെ വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.